ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പേരെന്താ? എടാ അതല്ല പേരെന്താ? അൺഫിൽറ്റേർഡ് മല്ലു ടോക്സിലേക്ക് സ്വാഗതം. എടാ ഇന്ന് ഈ ഒരു പോഡ്കാസ്റ്റിനെ പറ്റി നിങ്ങളോട് പറഞ്ഞപ്പോ തന്നെ എനിക്കിന്ന് നിങ്ങളോട് സംസാരിക്കാൻ തോന്നിയ ഒരു വിഷയമുണ്ട്, ഒരു സബ്ജക്റ്റ് ഉണ്ട്. ഫ്രണ്ട്ഷിപ്പ്. ഇന്ന് നമുക്ക് കാരണം അറിയാലോ, ഇന്ന് നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റ് തുടങ്ങി ഫ്രണ്ട്ഷിപ്പിന്റെ ബേസിലാണ് തുടങ്ങിയത്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഫസ്റ്റ് സംസാരിക്കാൻ തോന്നിയൊരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പാണ്. ഞാനിന്ന് രാത്രി അതന്നെ ഞാൻ നല്ല രാത്രി 2-3 ടോപ്പിക്കും കൂടി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അത് 2-3 ക്വസ്റ്റ്യൻസ് ചോദിക്കലും പരിപാടിയും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പം അതില് ഫസ്റ്റ് എനിക്ക് എല്ലാവരോടും ചോദിക്കും, ഒരു ജനറൽ ക്വസ്റ്റ്യനാ, ജസ്റ്റ് ക്വസ്റ്റ്യനാ. ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. ഫസ്റ്റ് അഭിഷേകിനോട് ചോദിക്കാം. അഭിഷേകിനോട് ചോദിക്കാം, എന്താണ് അതായത് നിന്നെ സംബന്ധിച്ച് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്? ഫ്രണ്ട്ഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഫാമിലി ഫ്രണ്ട്ഷിപ്പ് ഓൾമോസ്റ്റ് സെയിം ആണ്. എനിക്ക് എന്റെ ഫാമിലിക്ക് ഞാൻ എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നോ അതേപോലത്തെ സെയിം ഇമ്പോർട്ടൻസ് എന്റെ ഫ്രണ്ട്ഷിപ്പിന് കൊടുക്കുന്നത്. കാരണം നമ്മൾക്ക് പറയാം, നമ്മൾ ഫാമിലിനോട് എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നത് ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ, ചിലപ്പോൾ ഫാമിലിനേക്കാൾ സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ ആ ഒരു ലെവലിനേക്കാളും കൂടുതൽ ചിലപ്പം ഫ്രണ്ട്സ്. ഇപ്പം നമ്മൾ ചെറുപ്പം മുതൽ പഠിച്ചു തുടങ്ങിയിട്ട് അറിയാം, നമ്മളിപ്പോൾ 10 വരെ പഠിക്കുക, +2 വരെ പഠിക്കുക, കോളേജ് വരെ പഠിക്കുകയാണെങ്കിൽ പോലും നമ്മളിപ്പോൾ രാത്രി ഒരു ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ വരുന്ന ദിവസം അല്ലെ ശനി ഞായറും, ആ ശനി ഞായറിൽ പോലും നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന കൂടുതൽ ഫ്രണ്ട്സുമായിട്ടായിരിക്കും. ഇപ്പം ഈവൻ ഡേ ടൈം മൊത്തം സ്പെൻഡ് ചെയ്യുന്ന ഫ്രണ്ട്സിന്റെ കൂടെയാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ഫാമിലി ലെവലിൽ വരുന്നതാണ് ഫ്രണ്ട്ഷിപ്പ്. ആ ഒരു ലെവൽ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ ഫാമിലിനെ എങ്ങനെ കാണുന്നു, ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ആ ഒരു സെയിം ലെവലിലായിരിക്കണം. നമുക്ക് അത്ര ഒരു ഇമ്പോർട്ടൻസ് ഫ്രണ്ട്ഷിപ്പിന് വേണം. ഇപ്പൊ അങ്ങനെ എന്റെ എക്സ്പീരിയൻസ് അങ്ങനെയാണ്. കിട്ടിയിട്ടുണ്ടാവും, പക്ഷെ എന്റെ വീട്ടില് ഒറ്റടിക്ക് എന്റെ നാട്ടിൽ കുറച്ച് നല്ല ചെറുപ്പക്കാരുണ്ടായിരുന്നു, നല്ല പേരുദോഷമൊക്കെയുള്ള എന്റെ ഫേവറേറ്റ് എന്റെ ചങ്സ് എന്ന് പറയുന്ന കുറച്ച് ആൾക്കാര്. അപ്പൊ വീട്ടിലാരും ഇല്ല, എന്റെ അമ്മ പുറത്താണ്, പപ്പ മരിച്ചുപോയി. അപ്പൊ ഞാൻ വീട്ടിൽ ഫ്രീ ആയിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഫ്രണ്ട്സ് ഒക്കെ ഉള്ളപ്പം ഫ്രണ്ട്സിനോട് പറയൂല ഞാൻ വീട്ടിലവിടെ ബോറടിച്ചിരിക്കുകയാണ്. അമ്മമാര് ആദ്യത്തെ ദിവസമൊക്കെ വീട്ടിലറിയാണ്ട് കയറ്റിപ്പോയി. ആദ്യത്തെ ദിവസമൊക്കെ 2-3 ദിവസം ഇങ്ങനെ വന്നു. അപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ലേ, കുറച്ചു നേരം വീട്ടിലേക്ക് ഇരുത്താന്ന് വിചാരിച്ചു. ഗെയിമൊക്കെ കളിച്ച് ടി വി ഒക്കെ ആദ്യമൊക്കെ ഇരുന്നപ്പോ നല്ല രസം. പിന്നെ ഇവന്മാര് സ്ഥിരമായി വരാൻ തുടങ്ങി. ബാക്കിയുള്ളവൻ ഉറങ്ങുമ്പോ എനിക്ക് അലാറം ഒന്നും വെക്കണ്ട, ഇവന്മാര് രാവിലെ വരും, രാവിലെ തൊട്ട് അവിടെ വന്നിരിക്കും. അത് കഴിഞ്ഞ് ഞാന് എന്റെ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കല്ലേ, അപ്പൊ ഞാൻ ഇച്ചിരി പലഹാരവും സാധനങ്ങളൊക്കെ അവിടെ വാങ്ങിച്ചു വെക്കും. ഇവന്മാരുടെ സഹിക്കാൻ വേണ്ടി ഞാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എലി കരളുന്ന പോലെ അവിടെയും വന്ന് കൈയിട്ട് ആ ഒരു ഫ്രീഡം ആണ് ഫ്രണ്ട്ഷിപ്പ്. വീട്ടിൽ ഏത് നേരത്തും കൊണ്ടുവരാൻ പറ്റും. ഞാനിപ്പോ ഈ കാര്യം പറഞ്ഞപ്പോഴാണെങ്കിലും അമ്മമാർ അങ്ങനെ വിളിച്ച് ഇങ്ങനെ വിളിച്ചു. അമ്മമാരെ ഒരിക്കലും അത് പേഴ്സണൽ ആയിട്ട് എടുക്കൂല. കാര്യം അവന്മാർക്ക് ആ ഒരു ബോണ്ടും കാര്യങ്ങളും എന്നോടുണ്ട്. ഞങ്ങൾ തമ്മിലുള്ള ഒരു വൈബ്, അല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ഒരു വൈബ്, ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യുന്നതിനാണല്ലോ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ഒരു കാര്യം ഇരിക്കുക. അതായത് ഒരു വ്യക്തിനോട് എന്തും ഓപ്പൺ ആയിട്ട് പറയാൻ. അപ്പൊ തെറി വിളിക്കാൻ തോന്നിയാല് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കറിയാം ഇവൻ ഇത് ഉദ്ദേശിച്ചാണ് എന്നെ തെറി വിളിക്കുന്നത്, അല്ലാണ്ട് അവൻ മനഃപൂർവ്വം എന്നെ ഹർട്ടാക്കാൻ വിളിക്കുന്നതല്ല. അവൻ ആ ഒരു സെൻസിലേ എടുക്കുള്ളൂ. എന്റെ കൺസെപ്റ്റിൽ ഞാൻ ആ ഒരു തെറി വിളിക്കണമെങ്കിൽ ഞാൻ ചുമ്മാ ഒരു ഉള്ള ഒരാളോടെ നമ്മളത് വിളിക്കാതെ വിളിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്കത് പറ്റൂല. അതുപോലെ ഇതിപ്പോ നമ്മള് എനിക്ക് തോന്നുന്നു വളരെ നന്നായിട്ട് ഡോണോ വിഷയം പറഞ്ഞു. അത് നിങ്ങൾക്ക് ഫസ്റ്റ് ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ലൈഫിൽ ഏറ്റവും ആദ്യത്തെ ഫ്രണ്ട് എനിക്കുണ്ട്. എന്റെ ലൈഫിൽ എന്റെ ആദ്യത്തെ ഫ്രണ്ട് ഇത് കണ്ടോണ്ടിരിക്കുന്നുണ്ടോ എന്നറിയില്ല, ജേക്കബ് ആണ്. അവന് കണ്ടോണ്ടിരിക്കുന്ന ആൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഡോണിനും അറിയാം. അവനാണ് എന്റെ ലൈഫിലെ ആദ്യത്തെ ഫ്രണ്ട്. എവിടെയായിരുന്നു? നമ്മുടെ പള്ളിയുടെ നഴ്സറിയുടെ പേരെന്തായിരുന്നു? ഒരു കോൺവെന്റിൽ പഠിക്കുമ്പോഴാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. ഫസ്റ്റ് ഫ്രണ്ട് ഇൻ മൈ ലൈഫ്, ജേക്കബ്.
സ്റ്റോറി എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങളെ പറ്റി പറയാനാണെങ്കിൽ വളരെ ഒരു ഫണ്ണി ആയിട്ടുള്ള സ്റ്റോറി ഉണ്ട്. പണ്ട് ആ ടൈമിലാണ് നമ്മൾ മറ്റേ ചെറിയ കുടിക്കകത്ത് പൈസയൊക്കെ സേവ് ചെയ്ത ടൈമാണ്. അപ്പൊ ഞാനും ഇങ്ങനെ 50 പൈസ 10 പൈസ 25 പൈസ എന്ന് വെച്ചാൽ ആ ടൈമിലൊക്കെ നമുക്ക് അങ്ങനെയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. 1 രൂപ 2 രൂപ 5 രൂപയൊക്കെ വളരെ റയർ ആയിരുന്നു. പണ്ടത്തെ കാലത്താ ഞാൻ 4 വയസ്സുള്ളപ്പോഴാ. അപ്പം അങ്ങനെ പരിചയപ്പെട്ട ഒരുത്തനാണ് ജേക്കബ്. അങ്ങനെ എന്റെ ഈ കുടുക്ക പൊട്ടിച്ച് ഞങ്ങൾ ഒരു പ്രാവശ്യം നഴ്സറി കഴിഞ്ഞ് വീട്ടിൽ പറയാണ്ട് ഞങ്ങൾ തൊട്ടടുത്തുള്ള അങ്ങാടി വഴി പോയി. 1 മണിക്കൂറായിട്ട് വീട്ടിൽ ലേറ്റ് ആയിട്ട് എത്താണ്ടിരുന്ന ഞങ്ങളെ തപ്പി വീട്ടുകാർ ഇറങ്ങി ഞങ്ങളെ അങ്ങാടി വെച്ച് പൊക്കി വീട്ടിൽ കൊണ്ടുപോയി. അങ്ങനെ ഫണ്ണി ആയിട്ടുള്ള കുറെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ചിരിക്കടാ അങ്ങാടി തൊട്ട് വീട് വരെ അപ്പൻ ചന്തിക്ക് നാട് വിട്ടിട്ടില്ല, തൊട്ടടുത്ത അങ്ങാടി എന്ന് വെച്ചാ കണ്ണപ്പം കൊണ്ട് അങ്ങാടി. നിനക്കറിയാലോ പറയുന്ന തൊട്ടടുത്ത അങ്ങാടി വഴിയാ പോയത്. എടാ അന്നൊക്കെ അത് വലിയ കാര്യമാണ് 4-5 വയസ്സുള്ളപ്പം. എനിക്കൊന്നും LKG കാര്യം ഓർമ്മ പോലും ഇല്ല. ഏത് കാലത്ത് LKG അല്ല ഓർമ്മയുണ്ടാ? അല്ല LKG ഫ്രണ്ടാണ് 23 കൊല്ലത്തിന് ശേഷം എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. കാരണം LKG എനിക്ക് അറിയത്തില്ല 4-ാം വയസ്സോ 5-ാം വയസ്സോ. എപ്പോഴും LKG 4-5 വയസ്സോ 4 വയസ്സിൽ LKG പോയി. എനിക്കിപ്പോ 28 5. അപ്പൊ എത്ര വയസ്സായി? അച്ഛന്റെ പ്രായമുള്ള ഒരു വ്യക്തിയാണ്. കൃത്യം പറഞ്ഞ 28 വയസ്സ്. അടുത്ത മാസം 28 വയസ്സ്. അപ്പൊ കൂട്ടി 24 കൊല്ലം. അപ്പൊ LKG മുതൽ 24 കൊല്ലം എന്ന് വെച്ചാൽ എനിക്ക് ആ LKG കാര്യം സത്യം പറഞ്ഞപ്പോ ഓർമ്മയില്ല. അപ്പൊ ഞാൻ ഓർക്കുന്ന കാര്യം എന്ന് വെച്ചാൽ എനിക്ക് അന്ന് ഞാൻ എന്റെ ഫ്രണ്ടിനോട് എടുത്തൊരു ഫോട്ടോ ഉണ്ട്. ജസ്റ്റ് ഒരു പിക്ചർ. ആ സ്കൂളിൽ എന്തോ PCM എക്സാമിന് ഫസ്റ്റ് ഞാൻ അടിച്ചപ്പോ പിള്ളേരൊക്കെ എന്റെ കൂടെ ഫോട്ടോ എടുത്ത പ്രശ്നം. അപ്പൊ അതിൽ ഞാൻ നോക്കുമ്പോ എന്റെ അടുത്തിരുന്നത് ഞങ്ങായി. പക്ഷെ ഇപ്പൊ 24 കൊല്ലത്തിന് ശേഷം അവനാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോഴാണ് ചിന്തിക്കുന്നത് 24 കൊല്ലം പുള്ളി എന്റെ കൂടെ ഉണ്ട്. വിമലാണ് പേര്. വിമൽ കാണുന്നുണ്ടെങ്കിൽ നീ ആടത്. പുള്ളിക്കറിയാം അന്നത്തെ നമ്മളതൊക്കെ വെച്ച് റീലൊക്കെ സെറ്റാക്കി വെച്ചതാ. അവന് ഈ LKG ഉള്ള ഫോട്ടോ ഇപ്പോഴുള്ള ഫോട്ടോയും. പക്ഷെ ആ 24 കൊല്ലം പുള്ളി കൂടെയുണ്ട്. നമ്മളിപ്പം സ്കൂളിൽ മൊത്തം 10 വരെ +2 വരെ പഠിക്കുമ്പോഴും എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ബ്രേക്കിന് പുള്ളിനെ വീട്ടിൽ പോയാണ് ഫുഡ് കഴിക്കുക. ഇപ്പൊ നമ്മളൊക്കെ എന്തെങ്കിലും ഇന്ത്യൻ കളി ഉണ്ടെങ്കിൽ അവിടെ പോയി കാണും, ഫുഡ് കഴിക്കും. എനിക്കിപ്പോ ഒരു കാര്യം പറയാനുണ്ട്. ഈ ഒരു പോഡ്കാസ്റ്റ് എനിക്ക് ഒരു 20 മിനിറ്റ്സിനുള്ളിൽ തീർക്കണം. ഇദ്ദേഹത്തെ കുറച്ച് കഥ പറഞ്ഞാൽ നിർത്താറില്ല. പ്രായത്തിന്റെയാണ്. ഓൾഡ് ജനറേഷൻ ആണ്. അതുപോലെ എനിക്ക് ഒരു ക്വസ്റ്റ്യനൂടെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതോടെ ഇനി ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാൻ നിർത്തിയിട്ടുണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 2-3 ക്വസ്റ്റ്യൻസ് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതില് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ ആദ്യമായിട്ട് മനസ്സിൽ വരുന്ന ഒരു സ്റ്റോറി, ഒരു മെമ്മറി ഉണ്ടാവില്ല. അതെന്താ? ഫസ്റ്റ് സഞ്ജു പറ. എന്റെ ഇപ്പൊ എനിക്ക് ശരിക്കും പറയാൻ പെട്ടെന്ന് പറയാൻ പറഞ്ഞ എന്റെ മനസ്സിലോട്ട് കിട്ടുന്നില്ല. പക്ഷെ ഒന്ന് ജസ്റ്റ് ട്രിപ്പ് സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം കൈ ഓടിഞ്ഞിട്ട് വീട്ടിൽ പോയി 3 മാസം നിന്ന് വന്നവനാ. സ്റ്റോറി ഇവന്റെ റോസ് മിൽക്കിന്റെ കഥ പറയട്ടെ. ഇവന്റെ കിട്ടിലെ റോസ് മിൽക്കിന്റെ കഥ. അതായത് ഇവൻ ആരാന്ന് തിരിച്ചറിഞ്ഞ ഒരു മുഹൂർത്തം ഞങ്ങളുടെ ഗ്യാങ്ങിലേക്ക് ഞങ്ങളുടെ വൈബിലേക്ക് വന്ന ഒരു വ്യക്തിയാണ് റോസ് മിൽക്ക്. റോസ് മിൽക്ക് ഇദ്ദേഹം കിച്ചണിൽ ഇരുന്ന് ചൂടാക്കുകയായിരുന്നു. ചായപ്പൊടി ഇടുന്നതിന് തൊട്ട് മുന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും ചെന്ന് കമ്പനിയായി സംസാരിച്ച് പറഞ്ഞു. വേറെ കുറച്ച് ടിപ്സ് ഉണ്ടായിരുന്നു. നീയും ചെയ്യുന്നതിനും അതുകൊണ്ട് വിഷയത്തിൽ നിന്ന് വഴിതിരിച്ചു. റോസ് മിൽക്കിന്റെ കഥ ഒരു മെമ്മറി. എനിക്കൊരു മെമ്മറി ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചു കാലം സെമിനാരിയിലായിരുന്നു. ഒരു 3-4 വർഷത്തോളം.
അതിന്റെ ഇടയ്ക്ക് എന്താ പറയാ, ഞാന് മൈനർ സെമിനാരി എന്ന് പറയും, അതായത് സെമിനാരി പോയി തുടക്കത്തെ 3 വർഷം പഠിക്കുന്ന സെമിനാരി. അപ്പൊ അവിടെ എന്താ പറയാ, ഞങ്ങക്ക് എഡിബിൾസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കയറ്റാൻ പാടില്ല, ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അച്ഛനമ്മ പഠിക്കുകയാണല്ലോ, അപ്പം മിഠായികള് മിഠായികളൊന്നും കയറ്റാൻ അങ്ങനെയല്ല ഈ പൊട്ടർ എന്തി പറയുന്നേ, എഡിബിൾസിന് വേറെ അർത്ഥമുണ്ട്. അതോടെ മിഠായി വൻ സീനായിരിക്കും, മുട്ടായി കയറ്റിയ വൻ സീനാവും. അങ്ങനെ ഇരിക്കെ നമ്മള് കിടക്കും, സെമിനാരിയില് അച്ഛന്മാരൊക്കെ സീനാക്കും. അപ്പൊ ഞങ്ങക്ക് ലീഡേഴ്സ് ഒക്കെ ഉണ്ട്. ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ അച്ഛന്മാർക്ക് സമമാണ്, അതായത് ഒരു സാറുമാര് പോലെ അവര് ഫുള്ള് റൂൾ ചെയ്യും. അതായത് നമ്മളെന്തെങ്കിലും തെറ്റിച്ചാലും നല്ല ശിക്ഷ വരും, എംപോസിഷൻ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ബ്രദേഴ്സ്, അപ്പൊ പണി കിട്ടും. അപ്പൊ ഞാന് വീട്ടിലൊക്കെ പോയി വന്നപ്പോ ഞാൻ കുറെ മുട്ടായിയൊക്കെ എടുത്തിട്ട് നൈസായിട്ട് ബാഗിൽ തിരികി സെമിനാരിൽ എത്തിച്ചു. അപ്പൊ അന്നെന്ന് പറഞ്ഞാൽ എല്ലാരും ചങ്സ് ആണല്ലോ. അപ്പൊ ഒരു ഡോർമെട്രി എന്ന് പറയും, കുറെ സെമിനാരി പിള്ളേരെ ഒരുമിച്ചുണ്ട്, ഞങ്ങളെല്ലാരും ഒരുമിച്ചുണ്ട്. ഒരുത്തന്റെ കട്ടിൽ കഴിഞ്ഞാൽ അപ്പുറത്തവന്റെ കട്ടിൽ, അങ്ങനെ അങ്ങനെ അട്ടിയായിട്ട് കിടക്കുന്ന വലിയൊരു ഹാളാണ്. അപ്പൊ അവിടെ ഞാൻ ഈ സാധനം കൊണ്ടുപോയിട്ട് രാത്രി ഫുള്ള് എല്ലാരും പ്രയർ ഒക്കെ കഴിഞ്ഞ് എല്ലാരും കിടക്കാൻ നേരത്തെ വിതരണം ചെയ്ത് ജെംസ് ആയിരുന്നു. ഈ വലിപ്പമുള്ള ജെംസ് മിഠായി അന്നത്തെ കാലത്തെയാ, കഥ ചോദ്യമില്ലേ, നമ്മളാണേ. ഇത് കുലിക്കുമ്പോ ഒരു മുത്ത് കുലിക്കുന്ന സൗണ്ട് ഒക്കെയാ. അങ്ങനെ ഞങ്ങളുടെ ഒരു ലീഡർ ഉണ്ട്, അവനോട് ഞാൻ പറഞ്ഞു, അവൻ നമ്മുടെ ചങ്ക. അപ്പൊ ഞാൻ എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ വലിയൊരു ലീഡർ ഉണ്ട്, ഇയാൾ അറിഞ്ഞാലാണ് വിഷയം. ഞങ്ങളുടെ ലീഡർ അടക്കം തൂങ്ങും. അപ്പൊ ഞാനിങ്ങനെ വിതരണം ചെയ്യുമ്പോൾ എല്ലാവർക്കും വിതരണം ചെയ്തു, ഇച്ചിരി ബാക്കിയുണ്ട്. അപ്പോഴേക്കും വലിയ ലീഡർ വന്നു. അപ്പൊ സ്മോൾ ലീഡറോട് ചോദിച്ചു, മോനെ ഇതെന്താ ഇതിലേക്കൂടെ നടക്കുന്നേ, ഇതെന്താന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ ഇത് കൈ കൊടുത്തു. അപ്പൊ ഞങ്ങളുടെ ലീഡർ പറഞ്ഞു, ലീഡറെ ഇത് ഇവൻ വീട്ടിൽ പോയപ്പോ കൊണ്ടുവന്ന മുത്താണ്, ഇവന് ഡെക്കറേഷൻ ഐറ്റംസിന് കൊണ്ടുവന്നതാണ്. അങ്ങനെ ഇയാൾ ഇത് പിടിച്ച് കുലുക്കിയപ്പോ 2-3 മുത്ത് നിലത്ത് വീടു, ജെംസ് മിഠായി. അപ്പൊ ഇയാൾക്ക് മനസ്സിലായി ഇത് മുത്താണ്, മുത്ത് പോലെ ഇരിക്കുവാണല്ലോ. എന്നിട്ട് അയാള് അത് സെമിനാരിന്ന്, അതായത് ഡോർമെട്രിന്ന് ഇറങ്ങി പോകുമ്പോ അവസാനത്തെ കട്ടിലിന്റെ ഏരിയയില് കുറെ മുത്ത് ജെംസ് മിഠായി നിലത്ത് വീണ് കിടക്കുക. ഒരു നല്ലവനായ സുഹൃത്ത് ആ ജെംസ് മിഠായി നിലത്ത് പെറുക്കി തിന്നുക. ആർത്തിയല്ലേ അന്നത്തെ കാലത്ത്. മര്യാദക്ക് പറഞ്ഞ് എന്റെ ചെയ്തിരുന്നത് നല്ലതായിരുന്നല്ലോ. അത് കുഴപ്പമില്ല. അച്ഛന്മാര് കേറി വന്നു, നീ ലീഡർ എന്ന് പറയല്ലേ. ഇല്ല, ഇടയ്ക്ക് അങ്ങനെ വലിയൊരു ലീഡർ. അത് കട്ട് ചെയ്യണം. ഇല്ല, അത് കട്ട് ചെയ്യണം. അടുത്ത് പിടിക്കാം. കട്ട് ചെയ്യാന്ന് പറഞ്ഞ് പറ്റിക്കാം. ചമ്മിച്ചല്ലേ. ഇല്ല, സീരിയസ് ആയിട്ട് പറ. ഫ്രണ്ട്സിന്റെ അടുത്ത് പണി കിട്ടിയിട്ടുണ്ടോ? അതായത് നമ്മള് ഭയങ്കര വിശ്വസിച്ച് അങ്ങനെ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്, എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നെ പിന്നെ നിന്റെ എന്നെ പിന്നെ ഡിഗ്രിക്ക് പഠിച്ച ഒരു ചങ്ങായിനെ പറ്റിച്ചിട്ടുണ്ട്. എന്താ പറ്റിയ സംഭവം? പറ്റുന്ന സംഭവമാണോ? അല്ല, നമ്മളെന്ന് മറ്റേ പരീക്ഷയ്ക്ക് പഠിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചിലവന്മാരൊക്കെ പറ്റിക്കൂലോ, അങ്ങനത്തെ ഇത് പഠിക്കണം. എന്നിട്ട് നമ്മള് പഠിക്കാണ്ട് വരും, എന്നിട്ട് ഇവന്മാര് പഠിക്കും, ഇവന്മാര് പരീക്ഷയ്ക്ക്. എനിക്കുണ്ട് ഈ പറഞ്ഞ LKG പഠിച്ച ചങ്ങായി, LKG പഠിച്ച ചങ്ങായി, മെയിൻ ചങ്ങായി പഠിപ്പി. പുള്ളി എന്റെ കൂടെ കമ്പൻസേറ്റ് ചെയ്യും. പുള്ളി പഠിക്കൂല, നമ്മളും പഠിക്കൂല. പുള്ളിക്ക് മാർക്ക് 90+, നമ്മക്കോ മാർക്കൂല. അങ്ങനെ ഇവന്മാര് പഠിക്കുമ്പോ പറയണം, പഠിക്കുകയാണ്, നമുക്ക് ഇത്ര പഠിച്ചാൽ നമുക്ക് ഇത്ര എക്സാം എഴുതാൻ പറ്റും പറയണം. ടോപ്പിക്കാലും മെയിൻ ആയിട്ടുള്ള ടോപ്പിക്ക് പറഞ്ഞു ഇതൊന്നും പറയാതെ അവന്മാരിട്ട് നമ്മളെ കൂട്ടി കളിപ്പിച്ചിട്ട് മാർക്ക് വരുമ്പോ അതുപോലെ ഫ്രണ്ട്ഷിപ്പിന് ഒരുപാട് പോസിറ്റിവിറ്റി ഉണ്ട് കേട്ടോ. അതായത് നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്തതും എന്നെ സംബന്ധിച്ച് എന്നെ ഏറ്റവും കൂടുതൽ എന്നെ അപ്ലിഫ്റ്റ് ചെയ്തിട്ടുള്ളത്, അതായത് ഭയങ്കര സങ്കടം, ഭയങ്കര ഇമോഷണലി എനിക്ക് ടോക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അതായത് എനിക്കൊരു ഭയങ്കര സങ്കടം ഉണ്ടാവും, എനിക്ക് വേറെ ആരുടെ അടുത്ത് സംസാരിച്ചാലും ഒരു റിലാക്സേഷൻ. പക്ഷെ ചില ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ അല്ല, അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പൊ ഇവിടെ ആണെങ്കിൽ ജെയ്ഡൻ, അങ്ങനെയുള്ള നിങ്ങൾ ഡോണിന്റെ അടുത്തൊക്കെ ഞാൻ ഓപ്പൺലി സംസാരിക്കും. നിങ്ങളൊക്കെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ നാട്ടിലായാലും അതുപോലെ വേറൊരു കാര്യമുണ്ട്. ലൈഫില് ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു
പലൊരു കാലഘട്ടം ഉണ്ട്, +2 +1 ഫ്രണ്ട്ഷിപ്പ് അതെ, കാലഘട്ടം, കാലഘട്ടം. അതുപോലെ കോളേജ് ഇഷ്ടം കാലഘട്ടം, പോലെ. അതിപ്പോ നമ്മള് ഒരു കരിയർ, അങ്ങനെ ഒരു കാലഘട്ടം. എന്നെ സംബന്ധിച്ച് എനിക്ക് ഓരോ ഫേസ് ഓരോ ഫ്രണ്ട്ഷിപ്പ്. പക്ഷെ സ്റ്റിൽ ഞാൻ ഏറ്റവും കൂടുതൽ കോൺടാക്ട് ഉള്ളത് എന്റെ ഒരു +2 ഫ്രണ്ട്സ് ഇല്ലേ, അവരുമായിട്ട് നല്ല കോൺടാക്ട് ഉണ്ട്. അതെ ഫ്രണ്ട്ഷിപ്പിന്റെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാല് നമ്മൾ വലിയ കോണ്ടാക്ട് ഒന്നും വെക്കണമെന്നില്ല. ഇപ്പൊ ലവേഴ്സിനോട് സംസാരിക്കുന്ന പോലെ എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് എന്നും കോൾ ചെയ്യണമെന്നില്ല എന്ന്. പക്ഷെ നമ്മൾ ഒരു വർഷം കണ്ടിട്ട് 1 വർഷം കഴിഞ്ഞിട്ടാണ് അവരെ നാട്ടിൽ പോകുമ്പോ കാണുമ്പോൾ സ്നേഹിക്കുക, അവര് വീട്ടിലേക്ക് വിളിക്കാം. അതായത് അത് എപ്പോഴും ഉണ്ടാവും, ഒരിക്കലും ഒരു എൻഡില്ല അതിന്. ഓവർ ആണെന്ന് വിചാരിച്ചില്ല. സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയട്ടെ, സീരിയസ് ഡീപ് ഫ്രം ആയിട്ട് ഞാൻ പറയാം. നമുക്ക് പല രീതിക്ക് ഫ്രണ്ട്സ്, ഞാൻ ഇപ്പൊ കോളേജിൽ പഠിക്കാൻ തന്നെ പലരും പറഞ്ഞിട്ടുണ്ട്, നീ കോളേജിൽ പഠിച്ചില്ല, നിനക്ക് ആ ഒരു സുവർണ്ണകാലം മിസ്സായി, നിനക്ക് ആ കോളേജിലെ ഫ്രണ്ട്സ് ഇല്ല. പക്ഷേ ഈ കോളേജിൽ പഠിക്കുന്ന 3 കൊല്ലത്തിനനുസരിച്ച് ഞാൻ CA പഠിക്കുമ്പോൾ ഞാൻ പഠിച്ചെന്ന് വെച്ചാൽ ഞാൻ കണ്ണൂർ ഒരു കൊല്ലം അല്ല ഓൾമോസ്റ്റ് 1 കൊല്ലം, കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം, ഈ എല്ലായിടത്തും ഓൾമോസ്റ്റ് 1 കൊല്ലം. പക്ഷേ ഈ അത്രയും സ്ഥലത്ത് നിന്ന് എനിക്ക് കിട്ടിയ ഫ്രണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്ത് നമുക്കൊരു 20 വീതം ഫ്രണ്ട്സിനെ വെച്ച് നമുക്ക് കിട്ടുകയാണ്. പക്ഷെ അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ പോലും നാട്ടിൽ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ ഒരു നാട്ടിലെ ഫ്രണ്ട്സ് നമുക്ക് എന്തും തുറന്നു, നമ്മൾ ഈ പറഞ്ഞ പോലെ കോൺടാക്ട് ചെയ്തില്ലെങ്കിലും എന്നും നമ്മളെ വിളിച്ചില്ലെങ്കിലും മെസ്സേജ് അയച്ചു നാട്ടിലെത്തുമ്പോൾ ഒരു കണക്ഷൻ നമുക്കുണ്ടാവും. പക്ഷേ ഞാൻ കമ്പയർ ചെയ്യല്ല, പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലൊരു 20 കൊല്ലത്തെ കണക്ഷൻ, 25 കൊല്ലത്തെ കണക്ഷൻ നമ്മൾ കാണുന്ന മൊമെന്റിൽ അവർ കാണുന്നുള്ളൂ. നമ്മൾ പ്ലാൻ ചെയ്ത് പോവാ, കളിക്കാൻ പോവാം, അല്ലെങ്കിൽ ഒരു ട്രിപ്പിന് പോവാം, നമ്മൾ പ്ലാൻ ചെയ്താണ് പോകുന്നത്, നമുക്ക് ഇങ്ങനത്തെ പരിപാടിക്ക് പോവാം. പക്ഷെ അതിൽ നിന്ന് മാറി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളിപ്പം ഞാൻ നീയും ഇവര് കുറച്ച് ലേറ്റ് ആയിട്ടാ വന്നത്. പക്ഷെ ഞാൻ 3.5 കൊല്ലമായിട്ട് ഒരു വീട്ടിലാ. അപ്പൊ ഒരു വീട്ടിൽ നിൽക്കുമ്പോൾ 3.5 കൊല്ലമായിട്ട് നിൽക്കുമ്പോൾ ഓൾമോസ്റ്റ് സെയിം ലൈക്ക് എ ഫാമിലി. ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ നെഗറ്റീവ് നിനക്കും അറിയാം, എന്റെ നെഗറ്റീവ് നമ്മൾ തമ്മിൽ പോലും വള്ളി പിടിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും നമുക്കറിയാം എങ്ങനത്തെ നിന്റെ സ്വഭാവം എന്താണ്, എന്റെ സ്വഭാവം നിനക്ക് എന്ത് ഇഷ്ടപ്പെടൂല, എനിക്ക് എന്ത് ഇഷ്ടപ്പെടൂല. നമുക്ക് ഒരാളെ കുറിച്ച് പ്രോപ്പർ 100% മനസ്സിലാവും. പക്ഷെ അത് നമ്മൾ ഈ ഒരു 20 കൊല്ലോ 30 കൊല്ലോ കണ്ട ഒരാളായിട്ട് നമുക്ക് പറ്റൂല. കാരണം നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു മീറ്റിംഗ് ആണ് ചെയ്യുന്നത്. മീറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തു പോകുന്നു, കളിക്കാൻ പോകുന്നു, ട്രിപ്പിന് പോകുന്നു. പക്ഷെ ഇത് കേസ് വെച്ച് കഴിയുമ്പോൾ നമ്മൾ എന്താണ് പറയട്ടെ, രാവിലെ മുതൽ രാത്രി വരെ ലൈക്ക് ഫാമിലി നിൽക്കുകയാണ് എന്ന് വെച്ചാല് നമുക്കറിയാം നമ്മുടെ സിസ്റ്റേഴ്സ് അല്ലെ ഫാദർ ബ്രദർ അവർക്കുള്ള പ്രശ്നങ്ങൾ എന്താണ്, അതേപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിനക്കുള്ള പ്രശ്നം എന്താ, നിനക്ക് മനസ്സിലാക്കാൻ ഇവന്റെ കൂടെ രണ്ടുപോലെ നിൽക്കുന്നു. ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഒറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. റീസെന്റ് ഇന്നൊരു ഫ്രണ്ട്ഷിപ്പിനെ പറ്റി ടോക്ക് ചെയ്യാൻ കാരണം ആ ഒരു വീഡിയോ ഉണ്ട്. ഞാൻ റീസെന്റ് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാ. ഒരു ഇന്റർവ്യൂവർ ഒരു പ്രായമായ ഒരു വ്യക്തിയോട് ചോദിക്കുക, അദ്ദേഹത്തിന് ഒരു 10-86 വയസ്സുണ്ട്, അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ് ഒരു ക്വസ്റ്റ്യൻ. ആ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ കാരണമാണ് ഇപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഇന്നൊരു ഫ്രണ്ട്ഷിപ്പ് എന്നൊരു ടോപ്പിക് എടുക്കാനുള്ള ഇത് പറഞ്ഞത്, ഇതിലേക്ക് എത്തിച്ചേർന്നത്. അപ്പൊ അദ്ദേഹം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ആ ഒരു പ്രായ വ്യക്തിയോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം ഏതാ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ? അപ്പം അദ്ദേഹം പറയുകയാണ്, എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമില്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്താന്ന് വെച്ചാൽ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരാണ്. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർ എവിടെയുണ്ടോ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം. അദ്ദേഹം അങ്ങനെ ആ ഒരു അതിന് വളരെ കുറെ അർത്ഥങ്ങളുണ്ട്. അതാണ് ദാറ്റ് മീൻസ് ഫ്രണ്ട്ഷിപ്പ്. നമ്മുടെ ഫ്രണ്ട്ഷിപ്പാണ് അവർ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർ. അതെ, നമ്മളോട് ആരും ഒറ്റയ്ക്ക് സോളോ ട്രിപ്പ് ഇതുവരെ പോയിട്ടില്ല. കാരണം ആർക്കും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാം. അഭിഷേകണ്ടല്ലോ സോളോ ട്രിപ്പ് സോളോ ട്രിപ്പ് ആദ്യത്തെ വീഡിയോ തന്നെ പെട്ടെന്ന് കളക്ട് ചെയ്ത് സോളോ ട്രിപ്പ് ഒഴിവാക്കി. എന്റെ സോളോ ഇല്ല ഒന്നുമില്ല. അഭിഷേക് സോളോയിന്റെ കഥ എന്താ ഇപ്പൊ നമ്മൾ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് നമ്മൾ എപ്പോഴും ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ മേക്ക് കണക്ഷൻസ് അൻസിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയാണ് ഈ ഒരു സെഷൻ
നമ്മുടെ ഈ ഒരു ടോക്ക് വൈൻഡപ്പ് ആക്കിയാലോ? അതെ. അപ്പം അടുത്തൊരു ടോപ്പിക്കുമായി കാണുന്നവരെ, ഒരു അടിപൊളി ടോപ്പിക്കായി കാണുന്നവരെ എല്ലാവർക്കും പീസ് ഔട്ട്. Peace out.